പീപ്പിൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു ജേർണൽ സെറ്റ് ചെയ്യാം. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നൂർജഹാൻ മുജീബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടി പറഞ്ഞിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ നൂർജഹാൻ താങ്ക് യു ഫോർ ദിസ് ഐഡിയ. അപ്പോൾ ഇത് നമ്മളെ കയ്യിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള തിങ്സ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. മെയിനായിട്ട് A4 ആണ് കേട്ടോ യൂസ് ചെയ്തേക്കണത്. അപ്പോൾ വായോ വീഡിയോ കണ്ടാലോ. വാഷി ടേപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ചെയ്യുന്ന ഓർഡറിലാണ് വീഡിയോയിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഫുള്ളായിട്ട് ഇപ്പോൾ പാക്കിംഗ് ഉൾപ്പെടെ ഒന്നും അല്ല ഇതിൽ വരുന്നത്. അത് പാർട്ട് 2 ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിങ്ങനെ സ്കെയിലൊക്കെ വെച്ച് വരച്ചു, പിന്നത്തേക്കും ബോറടിച്ചു, അപ്പോഴത്തേക്കും ഇതുപോലെ ആണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാനിത് 1 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ A4 ഷീറ്റ് കട്ടാക്കി എടുത്തിട്ട് ഒരു 3 എണ്ണത്തിലൊക്കെ ഒരു കളർ കൊടുത്തിട്ടാണ് കേട്ടോ ഉള്ളത്. എന്നിട്ട് ഇതുപോലൊരു കട്ടിയുള്ള പേപ്പർ എടുത്തിട്ട് റൗണ്ടാക്കി കൊടുത്തിട്ട് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ 2-3 ഷീറ്റിൽ സെയിം കളർ അടിച്ചു കൊടുത്തില്ലേ, അതിന് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു റൗണ്ട് ഇതിലോട്ട് നമ്മുടെ ഷീറ്റിനൊന്ന് സ്റ്റിക്കാക്കി കൊടുക്കാം. ഫെവിക്കോൾ വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. ഇതൊന്ന് ഫസ്റ്റ് ഒട്ടിക്കുമ്പോഴത്തേക്കും ഇച്ചിരി പ്രസ് ചെയ്ത് പിടിച്ചേക്കുക ഒരു 2 സെക്കൻഡ്. എന്നിട്ട് ഇതുപോലെ കറക്കി കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു ചെറിയ പീസ് എടുക്കുക. എന്നിട്ട് ഇതാ ഈ വീഡിയോ കാണുന്ന പോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് അകത്തോട്ട് വെച്ചിട്ട് അതൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ വാഷി ടേപ്പ്. ഇനി നമുക്ക് പിക്ചർ സ്റ്റാമ്പ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് A4 ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. ഒരു സ്റ്റാമ്പിൻ്റെയൊക്കെ സൈസിലോട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഞാൻ തയ്യൽ മെഷീനിൽ വെച്ച് ഇങ്ങനെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാമ്പിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടും ഇത് കീറിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഞാനിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് പിക്ചേഴ്സൊക്കെ വരച്ചു കൊടുക്കാം. ഇത് ഞാൻ മൊത്തത്തിലൊരു പേസ്റ്റൽ ഷെയ്ഡിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കുറച്ച് ഹൈലൈറ്റേഴ്സ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഫുള്ളും ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ പിക്ചറൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിക്ചേഴ്സൊക്കെ വരച്ച് ഈസി ആയിട്ടുള്ള പിക്ചേഴ്സാണ് കേട്ടോ വരച്ചു കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ കുറച്ച് പിക്ചേഴ്സൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ ഇങ്ങനെ അടിച്ചെടുക്കുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് വരും. അപ്പോൾ അതത്രേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് മെമ്മോ പാഡാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ A4 ഷീറ്റ് 4ആയിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ വാട്ടർ കളർ യൂസ് ചെയ്ത് ഇതുപോലെ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഞാൻ ഇത്ര കളേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളൂ. യെല്ലോ, പിന്നെ ഒരു ഗ്രീൻ, ഒരു ബ്ലൂ, ഒരു പീച്ച്, ഒരു പിങ്ക്, ഇത്രയും കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളതിനെ 4ആയിട്ട് ഇതുപോലെ മടക്കിയിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് കട്ടാക്കി എടുക്കുന്നുണ്ട്. ഇത് ബുക്കൊക്കെ ചെയ്യുന്ന പോലെ ഇതെല്ലാം കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഫെവിക്കോൾ വെച്ചിട്ടൊന്ന് സ്റ്റിക്കാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അത്രയും ചെയ്തിട്ട് നമുക്കതിനെ മാറ്റി വയ്ക്കാം. ഇനി അടുത്ത് നെക്സ്റ്റ് ടുലിപ്പ് ഫ്ലവറാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഫ്ലവേഴ്സ് A4 ഷീറ്റിൽ ഇങ്ങനെ വരച്ചെടുത്ത ശേഷം കട്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതത്രേ ഉള്ളൂ. ഇനി അടുത്ത് നെക്സ്റ്റ് ഇത് ബൊട്ടാനിക്കൽ സ്റ്റിക്കേഴ്സാണ്. ഇതിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല. ഇതുപോലെ കുറച്ച് റൗണ്ട് ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് ബൊട്ടാനിക്കൽ ഡൂഡിൽസ്, ഫ്ലവേഴ്സിൻ്റെയും പിന്നെ ലീഫിൻ്റെയൊക്കെ ഡൂഡിൽസ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ടിത് കട്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതത്രേ ഉള്ളൂ. ഇനി
ഇനി നമുക്ക് കുറച്ച് പോസിറ്റീവായിട്ടുള്ള കോട്ട്സ് ഒക്കെ എഴുതി കട്ടാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ A4 ഇങ്ങനെ മടക്കി കൊടുത്ത ശേഷം ഇതുപോലെ പാറ്റേൺ പേപ്പർ വെച്ചിട്ട് കട്ടാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു സ്റ്റാമ്പിൻ്റെയൊക്കെ ഷേപ്പില്ലേ, ഇതുപോലെയൊക്കെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കളറാക്കി എടുക്കാം. എന്നിട്ട് പെൻ വെച്ച് ഇങ്ങനെ വരച്ചിട്ട് അകത്ത് വേർഡ്സ് എഴുതി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതത്രേ ഉള്ളൂ. ഇനിയാണ് നമ്മുടെ മെയിൻ പാർട്ട്. നമ്മൾ ജേർണൽ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതുപോലെ പേപ്പേഴ്സ് എടുത്തിട്ട് അത് A4 എടുത്തിട്ട് ഇതുപോലെ മടക്കി കൊടുത്ത ശേഷം ഞാനിത് മെഷീനിൽ വെച്ചിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഈസി മെത്തേഡ് ഓഫ് ബുക്ക് മേക്കിംഗ് കൂടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ കണ്ട പോലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ സ്പീഡിൽ ചെയ്യുകയാണെങ്കിൽ മെഷീൻ്റെ നീഡിലൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിതുപോലെ ഒരു ബൈൻഡിൽ വെച്ചിട്ടാണ് പേപ്പർ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ഒന്ന് കവറൊക്കെ ചെയ്ത് കുട്ടപ്പനാക്കി എടുക്കാം. കുറച്ചുകൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റില്ലേ അതെടുത്തിട്ട് അത് വെച്ചിട്ടൊന്ന് കവറാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു അടിപൊളി ലുക്ക് കിട്ടും. ഇത് ഞാൻ നമ്മുടെ നോർമൽ ഗ്ലൂ ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്യുന്നത്. അത് സ്റ്റിക്കായിട്ടിരുന്നോളും. ജസ്റ്റ് നമ്മൾ നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നത് ഡോട്ട് സ്റ്റിക്കേഴ്സാണ്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ഷീറ്റ് എടുത്ത ശേഷം കളറാക്കി കൊടുക്കുക. കളറാക്കി കൊടുത്തിട്ട് എൻ്റെ അടുത്ത് സ്റ്റെൻസിലുണ്ടായിരുന്നു, അത് വെച്ചിട്ടൊരു റൗണ്ട് ഷേപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഡിഫറെൻറ്റ് സൈസസിലാണ് ഈ ഡോട്ട് ചെയ്തെടുക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബോട്ടിലിൻ്റെ ക്യാപ്പില്ലേ അത് വെച്ചിട്ട് റൗണ്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇതൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇപ്പം തന്നെ ഒരുപാട് ലെങ്തി ആയിട്ടുണ്ടെന്ന് അറിയാം. ഇനി ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം കേട്ടോ, പാക്കിങ്ങും ഒക്കെ. അപ്പോൾ ടാറ്റ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.